കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും വനിതാക്ഷേമത്തിനും ഊന്നൽ നൽകി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനം കാർഷിക മേഖലയുടെയും സമൂഹത്തിന്റെയും ഗുണകരവും ഉത്പാദനപരവുമായ പുരോഗതിക്ക് ഉപയോഗപ്പെടുത്തുക, 1658 കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ നൽകുക, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 6 പഞ്ചായത്തുകളിലുമുള്ള കുടിവെള്ള സ്രോതസ്സുകൾ കണ്ടെത്തി പ്രാദേശികമായി പുനരുദ്ധരിക്കുക, അംഗൻവാടികളുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകുന്നു. തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷിയോഗ്യമാക്കുക, നാശോന്മുഖമായി കിടക്കുന്ന ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, ആരോഗ്യമേഖലയിലെ വികസനം ലക്ഷ്യമാക്കി പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, തലവൂർ ആയുർവേദ ആശുപത്രി എന്നിവയുടെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുക, ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയ്ക്ക് ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. വികലാംഗരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള നൂതന പദ്ധതികളും ബജറ്റ് ലക്ഷ്യമിടുന്നു. പട്ടികജാതി സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബജറ്റിൽ തുക വകകൊള്ളിച്ചിട്ടുണ്ട്. 4639.94 ലക്ഷം രൂപ ചെലവും 34.7 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ അധ്യക്ഷയായി. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാത്തിമ ഖാൻ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ്, പട്ടാഴി വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുധാകരൻ, പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.